സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം പരിചയിച്ച സെറ്റ്നായ എന്ന സ്ഥലനാമം, അതിൻ്റെ തടവറ, അതിൻ്റെ അവാച്യമായ ഭീകരത. സയ്യിദ നായ, നവ്യ മഹദി, ന്യൂ ലേഡി എന്നൊരു വാക്കാണ് അതിൻ്റെ മൂലാർത്ഥം. പരിശുദ്ധ മറിയത്തെ സൂചിപ്പിക്കുന്ന ഒരു അപദാനമാണിത്. ഇന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ. ആദി ഹവ്വായുടെ പാപത്തിൻ്റെ ഫലമായി മക്കളായ നമുക്ക് പകർന്നു കിട്ടിയ പാപലാഞ്ചന, ഉത്ഭവ പാപം, തെറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കാത്ത വിധം നോൺ പോസെ നോൺ പെക്കാരെ, നമ്മിൽ വേരോടിയ പാപലാഞ്ചന. അഭിനവ ഹവ്വായായ പരിശുദ്ധ മറിയം, ന്യൂ ഈവ്, സയ്യിദ ഹവ്വാനായ, ഈ ഒരു അനുസരണക്കേടിൻ്റെ നീണ്ട പരമ്പരയെ മാറ്റിമറിക്കുകയാണ്. ഇന്നലെ നമ്മൾ ആബേലിൻ്റെ ദർശനം കണ്ടു, ദി അബെലീൻ റിഫ്ലക്ഷൻസ്. ആദിപാപത്തിൻ്റെ പാപക്ഷണങ്ങൾ പൂർണ്ണ വളർച്ചയെത്തിയപ്പോൾ അത് സഹോദരൻ്റെ അരുങ്കൊലയിൽ കലാശിക്കുന്നതിൻ്റെ ദർശനം. ഇന്നലെ സഖറിയായുടെ പുത്രൻ യോഹന്നാൻ എന്നൊരു പരാമർശവും നമ്മൾ കണ്ടു. പ്രവാചകരുടെ നീണ്ട നിര, ഇഴമുറിയാത്ത വചനധാര. അപ്പോഴും ആ വചനധാരയോട് മല്ലിടുന്ന അനാദിയായ മനുഷ്യൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും. ആബേൽ മുതൽ സഖറിയ വരെ എന്നൊരു പ്രയോഗം കൊണ്ട് ദൈവവചനത്തോടുള്ള അനാദിയായ ഈ നിരാസത്തെ നാഥൻ വരച്ചിട്ടിട്ടുണ്ട്. ലൂക്കാ 11:51, മത്തായി 23:34 മുതൽ. ആ സഖറിയായല്ല, ഈ സഖറിയായെങ്കിലും. അനാദിയായ ദൈവിക പദ്ധതിയെ ഇന്ന് എഫേസ്യർ 1:3 നമുക്ക് വ്യക്തമാക്കി തരുന്നത് പോലെ അതിനോട് ചേർത്ത് വായിക്കണം ഈ അനാദിയായ മറുതലിപ്പിനെയും. ഉത്ഭവ പാപത്തിൻ്റെ പ്രാമാണികത്വമല്ല, ഉത്ഭവ നൈർമല്യത്തിൻ്റെ വിജയം, ഒറിജിനൽ ഇന്നസെൻസ്, അതാണ് ഈ തിരുനാൾ കുറിക്കുന്നത്. പരിശുദ്ധ മറിയത്തിൽ ദൈവം ചെയ്തവയൊക്കെയും സർവ്വ മനുഷ്യരോടും ദൈവം ചെയ്യാൻ നനച്ചതും ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളാണ്. അനാദി മുതലേ ആദിമ സുവിശേഷത്തിൻ്റെ പ്രോട്ടോ ഇവാഞ്ചലിയം സൂചന പോലെ ഇന്ന് ഉൽപ്പത്തി 3:9 മുതൽ റോമർ 16 ചേർത്ത് വായിക്കുമ്പോൾ നമുക്കിത് വ്യക്തമാകും. പുരാതന സർപ്പത്തിൻ്റെ തല തകർക്കുന്നവരാണ് നമ്മളെന്ന്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദൈവത്തിൻ്റെ ഉറവിലേക്കുള്ള തിരിച്ചുപോക്ക്, ഫ്രം ഫ്രാഗ്മെൻറ്റേഷൻ ടു ഫീലിയേഷൻ. പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം എന്നത് മനുഷ്യരോട് അവരുടെ ഉരുവത്തിന് മുൻപ് തന്നെ ദൈവം അവരെ അലങ്കരിക്കാൻ കാത്തുവെച്ചതിൻ്റെയും ഒക്കെ തെളിവാണ്. ദൈവത്തിൻ്റെ അനാദിയായ പദ്ധതി. എല്ലാ മനുഷ്യരിലും ദൈവം ചാർത്താൻ നിർണയിച്ച തികവുകളാണവ. ഒരേ സമയം ചരിത്രഗതികളുടെയും സാംസ്കാരികതയുടെയും പെരുമാറിലാണ് ഓരോ ജന്മങ്ങളും ഉരുവാകുന്നത്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇക്കാര്യം. ഇനിയും പൂർണ്ണമായി നശിച്ചു പോയിട്ടില്ലാത്ത നീതിയോടുള്ള ആ ചായ്വ്, ദ ഡിസ്പൊസിഷൻ ടു റൈച്ചസ്നെസ്, വളർന്നു കയറുന്ന മുള, ഇന്നലെ നമ്മൾ കണ്ടതുപോലെ. ഉത്ഭവഭാവത്തിൻ്റെ മേലുള്ള വിജയം, അതാണ് ഈ തിരുനാൾ സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ഒറിജിനൽ പദ്ധതികളുടെ വിജയം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചതുപോലെ ദൈവം നമ്മെ പഠിപ്പിച്ചു കൊണ്ടുവരികയാണ്. മിസ്റ്റർ ജോൺ ഹെൻറി ന്യൂമാൻ പറയുന്നത് പോലെ, ദൈവകൃപയ്ക്കപ്പുറം ദൈവത്തിൻ്റെ തന്നെ തനിമയെയും പൂർണ്ണതയെയും സ്വീകരിക്കാൻ പാകമാകുവോളം പരിശുദ്ധ മറിയത്തിൽ ഇതാദ്യമേ നിറവേറുകയാണ്. കൃപയുടെ മഹാവിസ്ഫോടനം.